നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 22-ാം തീയതി ബുധനാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ്, UDF സർക്കാരിന്റെ പുതിയ ഒരു വായ്പാ പദ്ധതി വരുന്നു. പ്രിയദർശിനി എന്നാണ് ഈ ഒരു വായ്പാ പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത്. ഇതൊരു പലിശരഹിത വായ്പയാണെന്നാണ് പറയുന്നത്. സംസ്ഥാനത്ത് പലിശരഹിത വായ്പാ പദ്ധതി അവതരിപ്പിക്കാൻ സർക്കാർ പ്രിയദർശിനി വായ്പ എന്ന പേരിലാണ് പുതിയ പദ്ധതി കൊണ്ടുവരുന്നത്. മന്ത്രി KA തുളസി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. കൊച്ചിയിൽ വെച്ച് മുഖ്യമന്ത്രി VD സതീശൻ ഈ ഒരു പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തും. ജൂലൈ 23-നാണ് പദ്ധതി പ്രഖ്യാപനം. ഇതുകൂടാതെ കേരളത്തിലുടനീളമുള്ള 50-ലധികം കുടുംബശ്രീ CDSകളിലും NGOകളിലും ഉൾപ്പെട്ട 15,000-ലധികം ഗുണഭോക്താക്കൾക്കായി 100 കോടിയിലധികം രൂപയുടെ വായ്പാ വിതരണം നടത്തും. സമഗ്ര 2026 പദ്ധതിയിലൂടെ 100 ദിവസത്തിനകം 16,000 ഗുണഭോക്താക്കൾക്ക് 200 കോടി രൂപയുടെ വായ്പാ ധനസഹായവും ലഭ്യമാക്കും. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പുകളുടെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ഈ ഒരു പദ്ധതി. ആകെ 31 പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ 3 പദ്ധതികൾ നടപ്പാക്കും. വിവിധ സർക്കാർ വകുപ്പുകൾ, വികസന ഏജൻസികൾ, ധനകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, സാമൂഹിക സംഘടനകൾ എന്നിവയെ ഒരേ വേദിയിൽ അണിനിരത്തുന്ന വികസന സംരംഭമായാണ് സമഗ്ര 2026. കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ അതായത് KSBCDC സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനമായ സമഗ്ര 2026 ജൂലൈ 23-ന് കൊച്ചി പള്ളുരുത്തി SN ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇനി എന്താണ് ഈ ഒരു പലിശരഹിത വായ്പ അല്ലെങ്കിൽ പ്രിയദർശിനി പദ്ധതി എന്നുകൂടി പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് പലിശരഹിത സൂക്ഷ്മ ചെറുകിട സംരംഭ വായ്പയാണ് ഈ ഒരു പ്രിയദർശിനി വായ്പ. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക. കൊച്ചിയിലെ ചടങ്ങിൽ വിപണിയിലെ മാറ്റങ്ങൾക്കും ജനകീയ ആവശ്യങ്ങൾക്കും അനുസൃതമായി രൂപകൽപ്പന ചെയ്ത പുതിയ ക്ഷേമ വായ്പാ പദ്ധതി എന്ന നിലയിലാണ് പ്രിയദർശിനി വായ്പ അവതരിപ്പിക്കുന്നത്. വനിതാ ശാക്തീകരണത്തിനായി പലിശരഹിത സൂക്ഷ്മ ചെറുകിട സംരംഭ വായ്പയായ പ്രിയദർശിനി പദ്ധതിയും സർവീസിൽ നിന്ന് വിരമിച്ചവർക്കായുള്ള സീനിയർ സെക്യൂർ വായ്പാ പദ്ധതിയും ചടങ്ങിൽ പ്രഖ്യാപിക്കും. ഈ പദ്ധതികൾ 100 ദിവസത്തിനകം ആരംഭിക്കും. ഈ ഒരു ചടങ്ങിൽ പിന്നോക്ക വികസന കോർപ്പറേഷന്റെ വാർത്താ പത്രികയായ ദിശയുടെ പ്രകാശനവും നടക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ, തൊഴിലവസരങ്ങൾ, സ്വയം തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കാൻ ഇൻഫർമേഷൻ സ്റ്റാളുകളും ഒരുക്കും. വായ്പാ വിതരണത്തിനൊപ്പം ബോധവൽക്കരണ ക്ലാസുകൾ, വിവിധ സർക്കാർ സേവനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇൻഫർമേഷൻ കിയോസ്കുകൾ, പ്രദർശനങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ നടക്കുന്ന പരിപാടിയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. സമഗ്രയുടെ അടുത്ത പരിപാടി സെപ്റ്റംബർ പാലക്കാട് നടക്കും. ഡിസംബർ ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, വിപണന മേള സംഘടിപ്പിക്കും. കേന്ദ്ര ഏജൻസികളുടെ സഹകരണത്തോടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരും പങ്കെടുക്കുന്ന ഈ ഒരു മേള ഗുണഭോക്താക്കൾക്ക് വിപണി സാധ്യതകൾ വിപുലപ്പെടുത്താൻ സഹായകരമായിരിക്കും. നിരവധി പരിപാടികളാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി വരുന്നത്. ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുവാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പരിപാടിയിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, ഈ ഒരു ഓണത്തിന് 4,000 രൂപ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അതായത് ഒരു മാസത്തെ പെൻഷൻ മുൻകൂറായി നൽകുകയാണെങ്കിലാണ് ഈ ഒരു 4,000 രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക. മുൻ സർക്കാരൊക്കെ ഇത്തരത്തിൽ മുൻകൂറായി പണം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ നിന്ന് ഇപ്പോഴുള്ള സർക്കാരിനും പിന്നോട്ട് പോവുക സാധ്യമല്ല. ഉത്സവ സീസൺ പരിഗണിച്ചാണ് ഇത്തരത്തിൽ മുൻകൂറായി പണം ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കുമായി നൽകുന്നത്. 4,000 രൂപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെലവുള്ള ഒരു ഉത്സവ സീസണാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രയോജനപ്രദമായിരിക്കും എല്ലാ ഗുണഭോക്താക്കളെയും സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്കായുള്ള മസ്റ്ററിംഗ് നടപടികളും ഇപ്പോൾ നടന്നു വരികയാണ്. സെപ്റ്റംബർ 30-ാം തീയതിക്കുള്ളിൽ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും തന്നെ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം. ഓണത്തോടനുബന്ധിച്ച് മറ്റൊരു സഹായം ലഭിക്കാനിരിക്കുന്നത് സൗജന്യമായുള്ള ഓണക്കിറ്റാണ്. ഏകദേശം 11ഓളം ഉൽപ്പന്നങ്ങൾ ഈ സൗജന്യ ഭക്ഷ്യക്കിറ്റിൽ ഉണ്ടായിരിക്കും. BPL വിഭാഗത്തിൽ വരുന്ന കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ സൗജന്യ ഭക്ഷ്യക്കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള തുകയും സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്.
അപ്പോൾ ഓണത്തിന് മുൻപായി തന്നെ ഈ ഒരു ഗുണഭോക്താക്കൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് റേഷൻ കടകളിൽ നിന്ന് കൈപ്പറ്റാവുന്നതാണ്. സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങളോടെയുള്ള മറ്റൊരു കിറ്റും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉടനെ തന്നെ വരികയും ചെയ്യും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു അറിയിപ്പ്, ബാങ്ക് വായ്പ എടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് RBIയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. വായ്പാ തിരിച്ചടവ് വൈകുന്നതിന്റെ പേരിൽ ഉപഭോക്താക്കളെ ബാങ്കുകൾ ഉപദ്രവിക്കുന്നത് തടയാനും റിക്കവറി ഏജന്റുമാർ ഇടപാടുകാരന്റെ വീട്ടിലെത്തി നടത്തുന്ന അപമാനങ്ങളും അപമര്യാദകളും തടയാനും EMI മുടങ്ങുമ്പോൾ ലോണിലെടുത്ത മൊബൈൽ ഫോണുകൾ തെറ്റായ രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നത് തടയുന്നതിനും ചട്ടങ്ങളുമായി RBI മെയ് 20 ബുധനാഴ്ച പുറത്തിറക്കിയ പുതിയ കരട് നിർദ്ദേശങ്ങൾ വായ്പ എടുക്കുന്നവരുടെ സംരക്ഷണം, സുതാര്യത, ബാങ്കുകളുടെ ഉത്തരവാദിത്തം എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ ലോണിൽ വാങ്ങിയ മൊബൈൽ ഫോണുകൾ ഉടൻ തന്നെ ബ്ലോക്ക് ചെയ്യുക, പ്രവർത്തനരഹിതമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വായ്പാദാതാക്കളെ തടയുന്നതാണ് നിയമം. കളക്ഷന് എത്തുന്ന റിക്കവറി ഏജന്റുമാരുടെ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടങ്ങളിലും ശുപാർശയുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും പെരുമാറ്റച്ചട്ടങ്ങളിലും ശുപാർശയുണ്ട്. റിക്കവറി ഏജന്റുമാർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസിൽ നിന്നുള്ള നിർബന്ധിത സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ബാങ്കുകൾ തങ്ങളുടെ പാനലിലുള്ള റിക്കവറി ഏജൻസികളുടെ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകളിലും പരസ്യമായി പ്രസിദ്ധീകരിക്കണം. ഈ കരട് ചട്ടക്കൂട് അനുസരിച്ച് അന്യായമോ അനുചിതമോ ആയ റിക്കവറി നടപടികൾ കാരണം ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ബാങ്കുകൾ അവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. റിക്കവറിക്കായി ആദ്യം വീട്ടിൽ എത്തുന്നതിന് മുൻപ് വായ്പയെടുത്തയാളെ വിവരം അറിയിക്കണം. വായ്പയെടുത്തവരെ ഭീഷണിപ്പെടുത്തുക, ഉപദ്രവിക്കുക പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും സംരക്ഷണം നിയമങ്ങളിൽ ശക്തമായ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഉപഭോക്താവിന്റെ പരാതികൾ പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണെങ്കിൽ റിക്കവറി കേസുകൾ മറ്റ് ഏജൻസികൾക്ക് കൈമാറാൻ ബാങ്കുകൾക്ക് അനുവാദമില്ല. റിക്കവറി ഏജന്റുമാർക്ക് രാവിലെ 8 മണിക്കും വൈകുന്നേരം 7 മണിക്കും ഇടയിൽ മാത്രമേ വായ്പക്കാരെ ബന്ധപ്പെടാൻ അനുവാദമുള്ളൂ. സന്ദർശന വേളയിൽ അവൾ സാധ്യമായ തിരിച്ചറിയൽ കാർഡും കത്തും കൈവശം കരുതണം. മരണവീടുകൾ അല്ലെങ്കിൽ വിവാഹ ചടങ്ങുകൾ പോലുള്ള വൈകാരികമായ സന്ദർഭങ്ങളിൽ വായ്പക്കാരെയോ ബാങ്കുകളെയോ ബന്ധപ്പെടുന്നതിൽ നിന്നും ഏജന്റുമാരെ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. റിക്കവറി ഏജന്റുമാർ വിളിക്കുന്ന കോളുകൾ റെക്കോർഡ് ചെയ്യാനും ആ റെക്കോർഡിങ്ങുകൾ കുറഞ്ഞത് 6 മാസത്തേക്കെങ്കിലും സൂക്ഷിക്കാനും RBI ബാങ്കുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രൂരമായോ നിർബന്ധിതമായോ ഉള്ള റിക്കവറി രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻസെന്റീവ് ഘടനകൾ കരട് നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്നു. ഒരു ലോൺ തിരിച്ചടവ് 90 ദിവസത്തിലധികം മുടങ്ങിക്കിടന്നാൽ മാത്രമേ ബാങ്കുകൾക്ക് മൊബൈൽ ഫോൺ പോലെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമാക്കാൻ കഴിയൂ. ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപായി ബാങ്കുകൾ 21 ദിവസത്തെ നോട്ടീസും അതോടൊപ്പം 7 ദിവസത്തെ അധിക മുന്നറിയിപ്പ് കാലാവധിയും നൽകണം. ഒരു ഉപകരണം തെറ്റായ രീതിയിലാണ് ബ്ലോക്ക് ചെയ്തതെങ്കിൽ വായ്പക്കാർക്ക് മണിക്കൂറിന് 250 രൂപ നിരക്കിൽ നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുണ്ട്. ഏജന്റുമാരുടെ അമിതമായ റിക്കവറി തന്ത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഫെബ്രുവരിയിലാണ് RBI ആദ്യമായി ഈ ഒരു കരട് മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയ്ക്കും സൈനിങ് ഓഫ്.